എന്തിനാ വിവാദമാക്കേണ്ട കാര്യം? അത് സ്റ്റേറ്റിൻ്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം, ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ് എന്നോ ചണ്ടിക്കൊട്ടി പാടണോ? വേണ്ടല്ലോ. അദ്ദേഹം തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനിക്കുന്നു, ഗവൺമെൻറ് തീരുമാനിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നു, അദ്ദേഹം പോകുന്നു. അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെന്താ? ഞാനല്ല എത്ര ദിവസം മുമ്പേ അറിയാം, എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ സഖാവ്, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്, മൂന്നാം ഘട്ടമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അത് ഞങ്ങൾ ആലോചിക്കാം. ഞങ്ങളെക്കുറിച്ച് എന്തിനാ ഒരേ ഒരു മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന് ഒരേ ഒരു മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്ന ഒരു ഔചിത്യം എന്താണ്? ഞങ്ങളെക്കുറിച്ച് എന്തിനാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നു? ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ? അല്ല, ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പ്രസംഗിക്കണം, ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ? നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം? ഒരേ ഒരു ഇടതുപക്ഷമേ ഉള്ളൂ. ഈ കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ. കേരളമല്ലല്ലോ, അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കൂ. കേരളമല്ലല്ലോ ഇന്ത്യ, കേരളമല്ലല്ലോ കർണാടകം. ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാടെന്ന് പറയാം. പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട്, പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട്, ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട്, ഗവൺമെൻറ് തീരുമാനമനുസരിച്ച്, നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, പോകുന്നുള്ളൂ. അതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. നിങ്ങൾ കൊടുക്കുമോ ചിലവ്? അല്ല, ആരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കൊടുക്കുമോ ചിലവ്? അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അദ്ദേഹം പോയിട്ട് വരട്ടെ, അതിനാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത്? എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാര്യവും പറയണോ? ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാധ്യമക്കാരെ വിളിച്ചുകൂട്ടി നിങ്ങൾ അനുവാദം വാങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ബേജാറാകേണ്ട കാര്യമില്ല. അത് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത? നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ? ആര് പറയുന്നു? നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോ. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കുകയും വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർക്കറിയാം, പത്രമാധ്യമങ്ങളിലുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം, കേരള ഗവൺമെൻറ്റിനറിയാം, LDFിനറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അറിയാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്ര നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമാവുക? ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും, പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ. നിങ്ങൾ പോയാലേ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേട്, നിങ്ങളുടെ ചിലരുടെ കഴിവുകേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം. അവർ പോയതിന് ശേഷം കൊടുക്കാന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നിരിക്കണ്ട. ഞങ്ങളൊക്കെ അറിയും. ഞാൻ എപ്പോഴാണ് ചുമതല അങ്ങനെ കൈമാറിയത്? ആരെപ്പോൾ കൈമാറിയത്? നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയുകയാണോ? സാധാരണഗതി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻറ് കാലത്ത് അദ്ദേഹം പോയിട്ടില്ലേ, ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു. ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായത്. ഇവിടെ നടന്നിട്ടില്ലേ ക്യാബിനറ്റ് മീറ്റിംഗ്? അടിയന്തര യോഗം അന്ന് ചെയ്യേണ്ടതുണ്ട്. അത് പ്രൊസീഡിങ് അനുസരിച്ച് ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ആരൊക്കെ പോയിട്ടുണ്ട്, ഇതിങ്ങനെ തന്നെയല്ലേ? ഇതെന്തോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ? ഞാൻ പറഞ്ഞ ആ രീതിയാണ് മാറ്റേണ്ടത്. വിമർശനമുണ്ട്. ഇപ്പോൾ പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടുണ്ട്, LDF അറിഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ വിവരങ്ങളൊന്നും
അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നു പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോവാം ഏതെങ്കിലും തരത്തിലൊന്ന് പോകാൻ പറ്റിയില്ലെങ്കിലോ പോയാലല്ലേ അറിയേണ്ടത് അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി പത്രക്കാർക്ക് മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെ പ്രത്യേകം വിളിച്ച് അല്ല നിങ്ങളെ ക്ഷണിച്ച് വരുത്തി പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ നിലപാടെടുത്തോ ഞാൻ പറയാം നിങ്ങളുടെ നിലപാടെടുത്തോ അതെ നിങ്ങളുടെ നിലപാട് പറഞ്ഞോ ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കത് പറഞ്ഞു നിങ്ങൾ പറയാത്ത എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ അതിന് ഞങ്ങൾക്ക് എന്താ വിരോധം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ ഈ കാര്യങ്ങളിൽ വേറെ ഒന്നും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ലല്ലോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ പോയ കാര്യത്തെക്കുറിച്ചല്ലേ അതാ നിങ്ങളുടെ പത്രധർമ്മമല്ല സങ്കുചിത രാഷ്ട്രീയമാണ് സങ്കുചിത ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നതും പറയുന്നതും അവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിയമപരമായി ചട്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും ഉയർത്തിയൊരു വാക്ക് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ് ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ യാത്ര നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല പോകുന്നതെന്ന് പറഞ്ഞില്ലേ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കൂട്ടരാണ് ചിലർ ആ കൂട്ടർ അവധി വെച്ച് പുറത്തിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു വർത്തമാനം ചോദിച്ചില്ലല്ലോ മാത്യു കുഴൽനാടനെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെ വിജിലൻസ് കോടതിയെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ വിജിലൻസ് ഇറക്കി വിട്ടതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്തത് അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഒരു 5 or 6 മാധ്യമക്കാരെല്ലാം ഒത്തുചേർന്ന് വാർത്തയൊന്നുണ്ടാക്കി എല്ലാം ഒരുപോലെ പ്രക്ഷേപണം നടത്തിയാൽ ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കും എന്ന് തോന്നി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതൊന്നും ഗുണമല്ലെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി അറിയിക്കേണ്ടിടയ്ക്കെല്ലാം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിലൊരു പെശകും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ അറിയാം മാധ്യമക്കാർക്കും അറിയാം പൊതുവെ ജനങ്ങളാകെ മനസ്സിലാക്കി പോയാൽ കൂടുതൽ വാർത്തകൾ വരും അതിപ്പോൾ പറഞ്ഞു അത്രയേ ഉള്ളൂ